ജിഷ വധക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അഭിഭാഷക TB മിനി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഉൾപ്പെടെയുള്ളവയാണ് കോടതി പരിഗണിക്കുക. പോലീസിനോട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹർജി നേരത്തെ പരിഗണിക്കവേ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണം ആവശ്യപ്പെട്ട് നിയമവിദ്യാർത്ഥി MM അജീഷ് സമർപ്പിച്ച ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കലാഭവൻ മണിയുടെ മരണത്തിന്റെ അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് പോലീസ്. മൃതദേഹത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താനായില്ല. എന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ വിഷമദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. വിഷമദ്യം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. ദക്ഷിണ നാവികസേനയുടെ പുതിയ മേധാവിയായി വൈസ് അഡ്മിറൽ AR കർവെ ചുമതലയേറ്റു. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു സ്ഥാനാരോഹണം. ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് അഡ്മിറൽ ഗിരീഷ് ലുത്ര പടിഞ്ഞാറൻ നാവികസേനയുടെ ഫ്ളാഗ് ഓഫീസറായി പോകുന്ന ഒഴിവിലാണ് വൈസ് അഡ്മിറൽ AR കർവെ ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത്. വർണ്ണാഭമായ ചടങ്ങുകളോടെയായിരുന്നു പുതിയ മേധാവിക്കുള്ള സ്വീകരണവും ചീഫ് അഡ്മിറൽ ഗിരീഷ് ലുത്രയ്ക്കുള്ള യാത്രയയപ്പും. ദക്ഷിണ നാവികസേനയെ യുദ്ധസജ്ജമായ ഓപ്പറേഷൻ കമാൻഡാക്കി മാറ്റുക എന്ന തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ AR കർവയ്ക്ക് കഴിയട്ടെയെന്ന് ഗിരീഷ് ലുത്ര ആശംസിച്ചു. 1980-ൽ സേനയിൽ ചേർന്ന കർവെ ദില്ലി നാവികസേന ആസ്ഥാനത്ത് ചീഫ് ഓഫ് പേഴ്സണലായി പ്രവർത്തിക്കുകയായിരുന്നു. ഊട്ടിയിലെ വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം കോളേജ് ഓഫ് നേവൽ വാർഫയറിൽ നിന്നാണ് നേവൽ ഹയർ കമാൻഡ് കോഴ്സ് പൂർത്തിയാക്കിയത്. അമേരിക്കയിൽ നിന്ന് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ കർവെ INS വിരാട്ടിന്റെ കമാൻഡറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലിയിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം. കേരള ഹൗസ് സംഗമത്തിൽ നടന്ന സ്വീകരണത്തിൽ ദില്ലിയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തന്റെ സർക്കാർ ആർക്കും വഴിവിട്ടതൊന്നും ചെയ്യില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. യാത്രാ ചെലവിന്റെ പേരിൽ പ്രവാസികളെ പിഴിയുന്നതിനെതിരെ നടപടി കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദില്ലി സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലി പൗരസമിതിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് നൽകിയത്. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പൂച്ചെണ്ടുകൾ നൽകി മുഖ്യമന്ത്രിക്ക് പിന്തുണ അറിയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പുതിയ സർക്കാരിന്റെ പ്രഥമ പരിഗണനാ വിഷയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തന്റെ സർക്കാർ ആർക്കും വഴിവിട്ടതൊന്നും ചെയ്യില്ല, ആർക്കെതിരെയും പ്രതികാര നടപടിക്കുമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആരോടും പ്രതികാരം ചെയ്യാനുള്ളതല്ല ഈ ഗവൺമെന്റ്, എന്നാൽ ആരെയും വഴിവിട്ട് സംരക്ഷിക്കാനും ഉള്ളതല്ല ഈ ഗവൺമെന്റ്. ഇത് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. ചടങ്ങിൽ സംബന്ധിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മലയാളത്തിൽ സംസാരിച്ചത് ഏറെ കൗതുകമായി. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് കൺസ്യൂമർ ഫെഡിനെ തകർത്തതെന്ന് മന്ത്രി AC മൊയ്തീൻ. അഴിമതിക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, കക്ഷിരാഷ്ട്രീയം നോക്കാതെയാണ് ഇത്തരക്കാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി മൊയ്തീൻ കൊച്ചിയിൽ വ്യക്തമാക്കി. കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും അഴിമതിയാണ് കൺസ്യൂമർ ഫെഡിനെ നശിപ്പിച്ചത്. അഴിമതി അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനെ പിൻവാതിലിൽ കൂടി വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിലേത് രാഷ്ട്രീയ ബന്ധം, ട്രേഡ് യൂണിയൻ ബന്ധം ഞാൻ നോക്കിയില്ല. അറിഞ്ഞ നിമിഷത്തിൽ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സർക്കാർ അറിഞ്ഞുകൊണ്ടല്ല നടപടി ഉണ്ടായത്, അറിഞ്ഞ നിമിഷത്തിൽ ഇടപെട്ടു. ആ ഇടപെട്ട് ഉണ്ടാക്കിയ തിരുത്തലാണ് നിങ്ങൾ കാണേണ്ടത്. തീർച്ചയായും ഗവൺമെൻറ് നയം അതിലാണ് പ്രതിഫലിക്കുന്നത്. സർക്കിൾ ഇൻസ്പെക്ടറെ താൻ ശാസിച്ചുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി AC മൊയ്തീൻ. തൃശൂരിൽ RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകനെതിരെ വധശ്രമത്തിന് കേസെടുത്ത CIയുടെ നടപടിയെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തത്. CIക്ക് RSSുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്നതിന് ചില ദൃശ്യങ്ങൾ പ്രദേശവാസികൾ തന്നെ കാണിച്ചിരുന്നതായും മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. RSSകാർ ബോധപൂർവ്വം ആസൂത്രണം നടത്തി, ഒരു സെറ്റ് ആസൂത്രണം നടത്തി ചെയ്ത കൊലപാതകമാണ്. ആ മരിച്ചുപോയ ആളുടെ പേരിൽ വധശ്രമത്തിന് കേസെടുത്ത കാര്യം നിങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നില്ല. നിങ്ങളത് അന്വേഷിക്കണം. ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് ആ കാര്യം ചെയ്തത്. ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പുണ്ടായൊരു സംഭവമാണ് ഈ അക്രമ സംഭവം. ആ പോലീസ് ഉദ്യോഗസ്ഥന് ഈ കൊലപാതകികളെ സംരക്ഷിക്കുന്ന RSSനുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള ചിത്രം സഹിതം നാട്ടുകാരെന്നെ ഇന്നലെ ബോധ്യപ്പെടുത്തി. ഞാൻ അയാൾ അന്വേഷിച്ച് പോയതല്ല, അയാൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചത് നിയമപരമായിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി പറയുകയാണ്, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ
ഈ വധിക്കപ്പെട്ടവൻ കൊല്ലാൻ അർഹതപ്പെട്ടവനാണെന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ ഈ പോലീസിൽ നിന്ന് ആർക്കാ നീതി കിട്ടുക? ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന്? ജനങ്ങളുടെ പ്രതികരണം അറിഞ്ഞ ശേഷം മാത്രമേ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളൂ എന്ന് VS അച്യുതാനന്ദൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും VS വ്യക്തമാക്കി. അതെല്ലാം തന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ആരാഞ്ഞുകൊണ്ട് മാത്രമേ അത് നടപ്പിലാക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. യാതൊരു ഉത്കണ്ഠയ്ക്കും കാര്യമില്ല. ജലവിരുദ്ധമായ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ പുതിയ സാങ്കേതിക സംവിധാനത്തിൽ പൂർത്തിയാക്കിയ ആദ്യ ചിത്രം പ്രദർശനത്തിന് തയ്യാറായി. അങ്ങനെ തന്നെ നേതാവെ 5 പിന്നാലെ എന്ന ചിത്രമാണ് പ്രദർശനത്തിന് സജ്ജമായത്. ബേസ് ലൈറ്റ് കളർ കറക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ചിത്രം പൂർത്തീകരിച്ചത്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പുതുതായി സ്ഥാപിച്ച ബേസ് ലൈറ്റ് കളർ കറക്ഷൻ DI യൂണിറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആദ്യ ചിത്രമാണ് അങ്ങനെ തന്നെ നേതാവെ 5 പിന്നാലെ. പ്രദർശന സജ്ജമായ ചിത്രത്തിന്റെ ആദ്യ പതിപ്പ് KSFDC MD ദീപ നായർ ചിത്രത്തിന്റെ നിർമ്മാതാവ് സുരേഷ് നായർക്ക് കൈമാറി. അജിത് പൂജപ്പുര സംവിധാനം ചെയ്ത ചിത്രത്തിൽ നരേനാണ് നായകൻ. ശരിക്കൊരു ഗ്രാമ പശ്ചാത്തലത്തിൽ നടക്കുന്ന സിനിമയാണ്. ഒരു സാങ്കല്പിക ഗ്രാമം, പെരുമാൾ ദേശം. പെരുമാൾ ദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയക്കാർ വരാൻ പാടില്ല, രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ല. അവസാനം അവർ രാഷ്ട്രീയം ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നീട് അവിടെ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളുമാണ് ഈ സിനിമയുടെ ബേസിക്. ചിത്രം അടുത്ത വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. ഇന്ത്യയിൽ വിരലിലെണ്ണാവുന്നിടങ്ങളിൽ മാത്രമുള്ള ബേസ് ലൈറ്റ് കളർ കറക്ഷൻ സിസ്റ്റം കേരളത്തിൽ ഇതാദ്യമാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ മാനേജർ ബാലകൃഷ്ണൻ. ഏറ്റവും നല്ല കളർ ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ബേസ് ലൈറ്റ് സിസ്റ്റം വാങ്ങിച്ചത്. ഇതിൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 കോടി രൂപ മുതൽ മുടക്കിയാണ് ചിത്രാഞ്ജലിയിൽ പുതിയ സംവിധാനം സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചെങ്ങന്നൂരിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്താനിടയാക്കിയത് പിതാവിന്റെ അവിഹിത ബന്ധമെന്ന സൂചന. ഇതേച്ചൊല്ലി അച്ഛനും മകനും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതി ഷെറിൻ ജോൺ പോലീസിനോടും ഇക്കാര്യങ്ങൾ സംബന്ധിച്ചായി സൂചനയുണ്ട്. ചെങ്ങന്നൂരിൽ മകൻ കൊലപ്പെടുത്തിയ ജോയി ജോണിൻ്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ പമ്പാതീരത്ത് നിന്നും കണ്ടെത്തി. ചെങ്ങന്നൂരിൽ മകൻ കൊലപ്പെടുത്തിയ അമേരിക്കൻ മലയാളിയായ ജോയി ജോണിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പമ്പാ നദിയിൽ നിന്ന് ലഭിച്ചു. പിതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തീയിട്ട് നശിപ്പിച്ചു പമ്പാ നദിയിൽ ഒഴുക്കിയെന്ന മകൻ ഷെറിൻ ജോയിയുടെ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കൈയുടെ ഒരു ഭാഗം കിട്ടിയത്. പോലീസ് പരിശോധനകൾക്ക് ശേഷം DNA ടെസ്റ്റിനായി ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏൽപ്പിച്ചു. പരസ്ത്രീ ബന്ധമാണ് മകൻ അച്ഛനെ കൊലപ്പെടുത്താൻ കാരണമെന്നും ഷെറിൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കത്തിനിടയിൽ ജോയി മകനെ മർദ്ദിച്ചു. ഇതിനുശേഷം ജോയിയുടെ തന്നെ തോക്ക് ഉപയോഗിച്ച് ഷെറിൻ അച്ഛനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം പുഴയിലൊഴുക്കിയ ശേഷം രക്ഷപ്പെട്ട ഷെറിനെ കോട്ടയത്ത് നിന്നും പിന്നീട് പോലീസ് പിടികൂടിയിരുന്നു. അമേരിക്കൻ പൗരത്വം ഉള്ളതുകൊണ്ട് തന്നെ ഷെറിൻ്റെ അറസ്റ്റ് വൈകാനാണ് സാധ്യത. ഇയാൾ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. 2 ദിവസമായി മകനെയും അച്ഛനെയും കാണാതായതിനെ തുടർന്ന് ഭാര്യ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. ജില്ലാ പോലീസ് മേധാവി അശോക് കുമാർ ചെങ്ങന്നൂരിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് നേതൃത്വം നൽകി വരികയാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP നൂറുദ്ദീൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കഴിഞ്ഞ ദിവസമുണ്ടായ വീഴ്ചയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. രാത്രി 9:10 മുൻ മന്ത്രിയായിരുന്ന KP നൂറുദ്ദീൻ സാഹിബിന്റെ മരണം സംഭവിച്ചത്. 77 വയസ്സായിരുന്നു. തലച്ചോറിലെ രക്തസ്രാവമാണ് മരണകാരണം. വീണ് പരിക്കേറ്റതിനെ തുടർന്നാണ് അദ്ദേഹത്തെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാവിലെ 8:30 മൃതദേഹം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് പയ്യന്നൂരിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. ശേഷം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4:30 പുതിയങ്ങാടി ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 5 തവണ പേരാവൂരിൽ നിന്നും നിയമസഭയിലെത്തിയ കോൺഗ്രസ് നേതാവാണ് KP നൂറുദ്ദീൻ. 1982 K കരുണാകരൻ മന്ത്രിസഭയിലെ വനമന്ത്രിയായിരുന്നു. നൂറുദ്ദീന്റെ വിയോഗത്തോടെ കോൺഗ്രസിന് നഷ്ടമായത് കരുത്തുറ്റ നേതാവിനെ. 1953 യൂത്ത് കോൺഗ്രസിന്റെ കുറ്റൂർ പെരുമ്പാവ യൂണിറ്റ് സെക്രട്ടറിയായാണ് KP നൂറുദ്ദീൻ സാഹിബിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. പയ്യന്നൂർ നിയോജകമണ്ഡലം സെക്രട്ടറി, കണ്ണൂർ DCC സെക്രട്ടറി, 1972 KPCC ട്രഷറർ എന്നിങ്ങനെ നിരവധി നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.
നിലവിൽ KPCC എക്സിക്യൂട്ടീവ് അംഗമാണ്. ഇരിട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ്, പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് പ്രസിഡന്റ്, നോർത്ത് മലബാർ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. പേരാവൂരിൽ നിന്നും 5 തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1982 മുതൽ 87 വരെ K. കരുണാകരൻ മന്ത്രിസഭയിൽ വനം സ്പോർട്സ് മന്ത്രിയായിരുന്നു. ഭാര്യ KM അസ്മ, KM നസീറ, ഡോക്ടർ KM ഫിറോസ്, KM ഹസീന, KM സറീന എന്നിവർ മക്കളാണ്. വീഴ്ചയിൽ പരിക്കേറ്റതിനെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെള്ളിത്തിരയിൽ നിന്നിറങ്ങിയ രാഷ്ട്രീയക്കാരൻ പാലാ തങ്കച്ചൻ ഇന്ന് ജീവിതത്തിൽ MLA ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമോ എന്നറിയും മുൻപ് ചിത്രീകരണം തുടങ്ങിയ സിനിമ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ രാഷ്ട്രീയ നേതാവായി വേഷമിട്ട നടൻ ജീവിതത്തിൽ MLAയുമായി. നടൻ മുകേഷിന്റെ സിനിമയാണ് ഇത്തരമൊരു അപൂർവതയിലൂടെ കടന്നു വന്നത്. ജൂൺ 3 റിലീസാകുന്ന അങ്ങനെ തന്നെ നേതാവെ 5 പിന്നാലെ എന്ന ചിത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചിത്രീകരണം തുടങ്ങിയത്. ചിത്രീകരണം പുരോഗമിക്കവേ അതിലെ രാഷ്ട്രീയ നേതാവ് പ്രചരണത്തിന് ജനങ്ങളുടെ മുന്നിലെത്തി രാഷ്ട്രീയം പഠിപ്പിക്കാനെത്തുന്ന ആളുടെ വേഷമാണ് ചിത്രത്തിൽ മുകേഷിന്റേത്. കാർത്തിക പെരുമാളായി വേഷമിട്ട നായക നടൻ നരേന്റെ നേതൃത്വത്തിൽ സംവിധായകനും നിർമ്മാതാവും ഉൾപ്പെടുന്ന സംഘം മുകേഷിന്റെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു. ചിത്രം പുറത്തിറങ്ങുന്നതിന് തലേന്ന് MLA ആയി മുകേഷ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥി ആയിരുന്നില്ലെന്ന് മുകേഷ് പറഞ്ഞു. ഇതിന്റെ തുടക്ക സമയത്ത് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. ഇതിന്റെ ഏതോ ഒരു ഭാഗം, എനിക്കൊന്ന് അവസാനമൊക്കെ ഭാഗമായപ്പോഴത്തേക്ക് കുറച്ച് ഇങ്ങനെ നിൽക്കേണ്ടതായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ന്യൂസ്. എന്നാൽ പോലും വളരെ സജീവമായിട്ട് തന്നെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോ പെട്ടെന്ന് കഥാപരമായിട്ട് ഞാനൊന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇവര് ആ ഇലക്ഷൻ സമയത്ത് ഇത് ഇറക്കിയാൽ, ഇനി ഞാൻ ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ എനിക്കെന്തെങ്കിലും ഈ നമ്മുടെ പാർട്ടിക്കോ എനിക്കോ എന്തെങ്കിലും ദോഷം വരുമോ എന്നുള്ള ഒരു ചിന്ത വന്നു. നടൻ നരേനൊപ്പം ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ അജിത് പൂജപ്പുരയും നിർമ്മാതാവ് സുരേഷ് നായരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നെന്ന് ലീഗ് നേതൃയോഗം. വോട്ട് ചോർച്ച അന്വേഷിക്കാൻ പ്രത്യേക സമിതി നിയോഗിക്കും. മഞ്ചേശ്വരത്ത് BJPയെ കാന്തപുരം സഹായിച്ചുവെന്നും ലീഗ് യോഗത്തിൽ വിമർശനം ഉയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടിക്ക് വോട്ട് ചോർച്ച ഉണ്ടായെന്ന് കോഴിക്കോട് ചേർന്ന ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ കണ്ടെത്തി. തിരുവമ്പാടി, കുന്നമംഗലം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ പാർട്ടിക്കുണ്ടായ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സബ് കമ്മിറ്റിക്കും യോഗം രൂപം നൽകി. അഡ്വക്കേറ്റ് VA ലത്തീഫ്, അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, KN ഖാദർ എന്നിവർ അടങ്ങിയ സബ് കമ്മിറ്റിയാണ് കുന്നമംഗലം, തിരുവമ്പാടി എന്നിവിടങ്ങളിലെ പരാജയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുക. പരാജയത്തെ സംബന്ധിച്ച് വിശദമായി പഠിക്കുന്നതിന് അഡ്വക്കേറ്റ് UA ലത്തീഫ്, അഡ്വക്കേറ്റ് റഹ്മത്തുള്ള ആൻഡ് അഡ്വക്കേറ്റ് KN ഖാദർ എന്നിവരടങ്ങിയിട്ടുള്ള ഒരു സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ജൂലൈ 2 ചേരുന്ന നേതാക്കളുടെ പ്രത്യേക ക്യാമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. മിക്ക മണ്ഡലങ്ങളിലും വോട്ട് ഗണ്യമായി കുറഞ്ഞെന്നും ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ പൂർണ്ണ വിശ്വാസം ആർജിക്കാൻ UDFന് സാധിച്ചില്ലെന്നും യോഗം വിലയിരുത്തി. UDFന് എതിരായായിരുന്നു കാന്തപുരം തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിച്ചത്. മഞ്ചേശ്വരത്ത് BJPയെ കാന്തപുരം സഹായിച്ചു. എന്നാൽ ലീഗ് കാന്തപുരത്തോട് എതിർനിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെന്നും ലീഗ് പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ET മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പള്ളിപ്പെരുന്നാളുകളും പെരുന്നാൾ അലങ്കാരങ്ങളും പലതും കണ്ടിട്ടുണ്ടെങ്കിലും എറണാകുളം കോതാട് തിരുഹൃദയ ദേവാലയത്തിലെ പെരുന്നാൾ അലങ്കാരം ഒന്ന് പ്രത്യേകം കാണേണ്ടത് തന്നെയായിരുന്നു. പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് നെടുനീളൻ പന്തലൊരുക്കിയാണ് കോതാട് തിരുഹൃദയ ദേവാലയത്തിലെ പെരുന്നാൾ ആഘോഷം വ്യത്യസ്ത അനുഭവം തീർത്തത്. കോതാട് തിരുഹൃദയ പള്ളിയോട് ചേർന്ന് 1/2 കിലോമീറ്റർ നീളത്തിലൊരു പന്തൽ. വെറും പന്തലല്ല, പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് അലങ്കരിച്ച കിടിലം പന്തൽ. പഴങ്ങളും പച്ചക്കറികളും എല്ലാം കൂടെ 1000 കിലോയ്ക്ക് പുറത്തു വരും. മുന്തിരി, മാമ്പഴം, ഓറഞ്ച്, കൈതച്ചക്ക, ആപ്പിൾ, തക്കാളി, ക്യാരറ്റ്, മുളക്, ബീൻസ്, ബീട്രൂട്ട്, വഴുതന, പടവലം, വെള്ളരി തുടങ്ങി ലിസ്റ്റ് അങ്ങനെ നീളും. പോരാത്തതിന് 200 കുല കരിക്കും 300 വാഴക്കുലകളും പന്തലിന് ചാരുത നൽകുന്നു. 150 പേരോളം വരുന്ന വിശ്വാസികളുടെ വളരെ നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണിതെന്ന് പറയുന്നു പള്ളി വികാരി ഫാദർ ബിജു തട്ടാരശ്ശേരി. ഈ തിരുനാൾ ആഘോഷത്തിന് പല വിധത്തിലുള്ള അലങ്കാരങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് നാച്ചുറലായ പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടാണ് ഈ പന്തൽ അലങ്കരിച്ചിരിക്കുന്നത്. ഞായറാഴ്ചത്തെ ദിവ്യബലിക്ക് ശേഷമുള്ള പ്രദക്ഷിണം പന്തലിലൂടെയാണ് നടന്നത്. പ്രദക്ഷിണത്തിന് ശേഷം ജനങ്ങൾക്ക് പഴങ്ങളും പച്ചക്കറികളും ലേലം ചെയ്തു നൽകി.
ദൃശ്യങ്ങൾ പകർത്തിയ JP കൊട്ടാരക്കരയ്ക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. ചെങ്ങന്നൂരിൽ മകൻ കൊലപ്പെടുത്തിയ പ്രവാസി മലയാളിയുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, എവിടെ നിന്നാണ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? പ്രജീഷെ, വളരെ ക്രൂരമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നുള്ള തരത്തിലാണ് അതിന്റെ ചുരുളുകൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിച്ചു പമ്പാ നദിയിൽ ഒഴുക്കി എന്നാണ് പ്രതിയായിട്ടുള്ള ഷെറിൻ പോലീസിനോട് മൊഴി നൽകിയിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി മറ്റു ചില തെളിവുകളും പോലീസിന് ലഭിച്ചു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി പൂർണ്ണമായിട്ടും കുറ്റസമ്മതം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഷെറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം 3 മണിയോടുകൂടിയായിരിക്കും ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് വിശദീകരിക്കും. പോലീസ് പറയുന്നത് പ്രധാനമായിട്ടും ഇങ്ങനെയാണ്: കരുതിക്കൂട്ടി പിതാവിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് കാറിന്റെ അകത്ത് കയറ്റി ഷെറിൻ കൊണ്ടുപോയത്. ഇതിനായിട്ട് പ്രത്യേകം തോക്കും കയ്യിൽ കരുതിയിരുന്നു. ചെങ്ങന്നൂർ മുളക്കരയ്ക്ക് സമീപം വെച്ച് 4 പ്രാവശ്യം അച്ഛനായിട്ടുള്ള ജോയിയുടെ നേരെ നിറയൊഴിച്ചു. ഇതിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു. പിന്നീട് ഈ ബോഡി ചെങ്ങന്നൂരിൽ ഇവരുടെ ഗോഡൌണിൽ കൊണ്ടുവരികയും അവിടെ വെച്ച് ഓരോ പാർട്സായിട്ട് മുറിച്ചു മാറ്റുകയുമായിരുന്നു. തല ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ചിങ്ങവനത്ത് നിന്നാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങളായിട്ടുള്ള ഉടല് ചങ്ങനാശ്ശേരി ഒരു ഹോട്ടലിന്റെ സമീപത്ത് നിന്ന് ലഭിച്ചു. 2 കാലുകളും 2 കൈയും പമ്പാ നദിയിലാണ് ഒഴുക്കിയിരുന്നത്. അതാണ് പോലീസ് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ഒരു കൈ പോലീസിന് ലഭിച്ചത്. ഇത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകമായിട്ടാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും ഈ കൊലയ്ക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഒന്ന് പിതാവിന്റെ വഴിവിട്ട ജീവിതം എന്നാണ് പറയുന്നത്. രണ്ടാമത് പിതാവിനോട് എപ്പോഴും ഈ ഷെറിൻ പണം ആവശ്യപ്പെടുമായിരുന്നു. ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ട് ഉള്ള സഹായങ്ങൾ പിതാവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാതെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം നടന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. കേരള NGO യൂണിയൻ 53ാമത് സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് പുരോഗമിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. US പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ സാന്റിഗോയിലെ റാലിക്കിടെ പ്രതിഷേധവും സംഘർഷവും ഇതുവരെയുണ്ടായതിൽ ഏറ്റവും ശക്തമായ ട്രംപ് വിരുദ്ധതയാണ് സാന്റിഗോ സാക്ഷ്യം വഹിച്ചത്. ഉത്തരാഖണ്ഡിലെ ട്രഹരി ജില്ലയിൽ മേഘവിസ്ഫോടനം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമുണ്ടായ മേഘവിസ്ഫോടനത്തിൽ ഗംഗോത്രി കേദാർനാഥ് റോഡ് തകർന്നു. ദേശീയഗാനത്തിനിടെ ഫോണിൽ സംസാരിച്ച നാഷണൽ കോൺഫറൻസ് അധ്യക്ഷനും ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ള മാപ്പ് പറഞ്ഞു. മമതാ ബാനർജിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് എല്ലാവരും നിശബ്ദരായിരിക്കുമ്പോൾ ഫാറൂഖ് അബ്ദുള്ള ഫോണിൽ സംസാരിച്ചത്. ബ്രസീലിൽ 16-കാരിയെ 30 പേർ ചേർന്ന് പീഡിപ്പിച്ചു. പീഡനത്തിനിടെ പ്രതികൾ പകർത്തിയ ചിത്രം സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്.